നമസ്കാരം, എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലൂടെയോ ഇൻസ്റ്റ ID-യിലൂടെയോ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള എല്ലാ ലെസൺസും മനസ്സിലാക്കാനും പഠിക്കാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിൽ പഠിച്ച ടോപ്പിക്സിൻ്റെ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമൈൻ അപ് ടു 2 decimal places the perimeter and the area of the circle in the picture. ക്വസ്റ്റ്യനിൽ എന്താണ്, ഒരു സർക്കിളിൽ ഒരു സെറ്റ് സ്ക്വയർ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഒരു പോയിന്റ് സെറ്റ് സ്ക്വയറിൻ്റെ 3 സെൻറ്റിമീറ്ററിലും മറ്റൊരു പോയിന്റ് സെറ്റ് സ്ക്വയറിൻ്റെ 6 സെൻറ്റിമീറ്ററിലും മീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സെറ്റ് സ്ക്വയർ ഒരു ട്രയാങ്കിളായിട്ട് കാണാം അല്ലേ. അപ്പോൾ ആ ട്രയാങ്കിൾ നമുക്ക് സെപ്പറേറ്റ് വരയ്ക്കാം. ഇപ്പം ഇവിടെ വരച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ A കൊടുത്തു, B, C. അപ്പം സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ. 3 സെൻറ്റിമീറ്ററിലാണ് ആ സർക്കിളിൻ്റെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു AB കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടീനസ് സ്ക്വയർ. അപ്പം ഇതാണ് ബേസ്, ഇതാണ് ഹൈറ്റ്. അപ്പോൾ ഹൈപ്പോട്ടീനസ് കണ്ടുപിടിച്ചുകൂടെ നമുക്ക്? അപ്പോൾ ഹൈപ്പോട്ടീനസ് AB സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അപ്പം AB സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് BC എത്രയാണ്? 6 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ 9 പ്ലസ് 6 സ്ക്വയർ 36. അപ്പം AB സ്ക്വയർ എത്ര കിട്ടും? 36 പ്ലസ് 9 45 എന്ന് കിട്ടും. അപ്പോൾ AB എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 45. 45ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര കിട്ടും? 6.71 സെൻറ്റിമീറ്റർ. അപ്പം AB എന്ന് പറയുന്നത് 6.71 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെത്രയാണ്? 6.71 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഈ സെറ്റ് സ്ക്വയർ വെച്ചിരിക്കുന്ന സർക്കിളിൻ്റെ, അതായത് ഈ സെറ്റ് സ്ക്വയർ ഒരു സർക്കിളിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ വെച്ചിരിക്കുന്ന ആ സർക്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr. ഇതിൽ r എന്ന് പറയുന്നത് റേഡിയസ്. അപ്പോൾ ഇവിടെ AB എന്നതാണ് ഡയാമീറ്റർ അല്ലേ. അപ്പം സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് AB ആണ്. എന്തുകൊണ്ടാണ് AB ഡയാമീറ്റർ ആയത്? ഇവിടെ 90 ഡിഗ്രിയാണ് അല്ലേ. സെറ്റ് സ്ക്വയറിൻ്റെ ഇത് സെറ്റ് സ്ക്വയർ ആണ്. സെറ്റ് സ്ക്വയറിൻ്റെ ഈ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ AB എന്ന് പറയുന്നത്, ഇത് ഈ സെറ്റ് സ്ക്വയർ ഒരു സർക്കിളിൽ ചേർത്ത് വെച്ചാൽ ഈ AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിരിക്കും അല്ലേ. ഒരു സെമി സർക്കിളിലെ ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഇത് ഇവിടം വരെ ഒരു സെമി സർക്കിളായിരിക്കും. അപ്പോൾ ഈ AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിരിക്കും. അപ്പം AB 6.71 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് റേഡിയസ് എങ്ങനെ കിട്ടും? അതായത് ഈ AB എന്ന ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്. അപ്പം നമുക്ക് എഴുതാം റേഡിയസ് ഓഫ് സർക്കിൾ ഈക്വൽ ടു 6.71 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 3.36 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പം ഇതാണ് സർക്കിളിൻ്റെ റേഡിയസ്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? പെരിമീറ്റർ കാണണം. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഈക്വൽ ടു 2πr എത്ര കിട്ടും? 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14. 3.14 ഇൻറ്റു r റേഡിയസ്. റേഡിയസ് എത്രയാണ്? 3.36 ഈക്വൽ ടു എത്ര കിട്ടും? 21.1
സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പം സർക്കിളിൻ്റെ ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 3.14 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 3.36 സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടും? 35.45 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പം സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു, ഏരിയ കണ്ടുപിടിച്ചു. പെരിമീറ്റർ എത്രയാണ്? 21.1 സെൻറ്റിമീറ്റർ. ഏരിയ 35.45 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The two circles in the picture cross each other at A and B. The points P and Q are the other ends of the diameters through A. The first question, prove that P, B, Q lie on a line. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പിക്ചർ. ഇതിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ രണ്ട് സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് പോയിൻറ്റ്സിലാണ്, അതായത് എയിലും ബിയിലും. അതായത് ഈ രണ്ട് സർക്കിൾസ് മീറ്റ് ചെയ്യുന്നത് എയിലും ബിയിലും ആണ്, ഈ രണ്ട് പോയിൻറ്റ്സിൽ. ഇനി ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇങ്ങേ അറ്റമാണ് പി എന്ന് പറയുന്നത്. അതായത് ചെറിയ സർക്കിളിൻ്റെ ഈ എയുടെ ഇങ്ങേ അറ്റമാണ് പി. അതേപോലെ തന്നെ വലിയ സർക്കിളിൻ്റെ ഈ എയുടെ ഇങ്ങേ അറ്റമാണ് ക്യൂ. പ്രൂവ് ചെയ്യേണ്ടത് പി ബി ക്യൂ എന്നത് ഒരേ ലൈനിലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ എ ബി എന്ന ലൈൻ ജോയിൻ ചെയ്ത് വരച്ചു. അതേപോലെ തന്നെ പി ക്യൂ എന്ന ലൈനും ജോയിൻ ചെയ്തു. ഇനി ഇതിൽ ഈ ചെറിയ സർക്കിളിൻ്റെ ഡയാമീറ്ററാണ് എ പി അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ചെറിയ സർക്കിളിൻ്റെ ഡയാമീറ്ററാണ് എ പി. അതേപോലെ തന്നെ വലിയ സർക്കിളിൻ്റെ ഡയാമീറ്ററാണ് എ ക്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആംഗിൾ എ ബി പി എത്രയായിരിക്കും നോക്കാം. അതായത് ആംഗിൾ എ ബി പി എത്ര ഡിഗ്രി ആയിരിക്കും? അതായത് ഈ എ പി എന്ന് പറയുന്നത് ഈ ചെറിയ സർക്കിളിൻ്റെ ഡയാമീറ്ററാണ്. അപ്പം ഈ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സെമി സർക്കിളാണ് അല്ലേ? ചെറിയ സർക്കിളിൻ്റെ സെമി സർക്കിളാണ് ഇത്രയും ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെമി സർക്കിളിലെ ഒരു ആംഗിളാണ് ഈ ഒരു ആംഗിൾ അല്ലേ? അതായത് ആംഗിൾ എ ബി പി. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു സെമി സർക്കിളിലെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് എഴുതാം. അപ്പം ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ആംഗിൾ എ ബി ക്യൂ എത്ര ഡിഗ്രി ആയിരിക്കും? എ ബി ക്യൂ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്ക് വലിയ സർക്കിൾ കൺസിഡർ ചെയ്യാം. വലിയ സർക്കിളിൻ്റെ ഡയാമീറ്ററാണ് എ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സർക്കിളിൻ്റെ സെമി സർക്കിളാണ് ഇത്രയും ഭാഗം അല്ലേ? അപ്പോൾ ഈ സെമി സർക്കിളിലുള്ള ഒരു ആംഗിളാണ് ഇത് അല്ലേ? ആംഗിൾ എ ബി ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ ബി പി 90 ഡിഗ്രി, എ ബി ക്യൂവും 90 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ ബി എന്ന ലൈൻ, അതായത് ഈ എ ബി എന്ന ലൈൻ പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? എ ബി എന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു പി ക്യൂ. അതായത് എ ബി എന്ന ലൈൻ പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആണ്. എന്തുകൊണ്ടാണ്? എ ബി എന്ന ലൈൻ പി ക്യൂവിൽ വരുമ്പോൾ പി ക്യൂവിൽ ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഈ ഒരു ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പം നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരച്ചാൽ ഈ ഒരു ലൈനിന് ഇത് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആവുന്നത്? ഇവിടെ 90 ഡിഗ്രി ആവണം, അതേപോലെ തന്നെ ഇവിടെയും 90 ഡിഗ്രി ആവണം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം അതേപോലെ തന്നെ ഇവിടെ എ ബി എന്ന ലൈൻ പി ക്യു എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമുക്ക് എ ബി പെർപെൻഡിക്കുലർ ടു
പി ക്യു എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി പി ക്യുവിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ബി എന്ന പോയിന്റ് പി ക്യു എന്ന ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ? അപ്പോൾ ഈ ബി എന്ന പോയിന്റ് പി ബി ക്യു എന്നത് ഒരേ ഒരു ലൈനായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? നമ്മൾ ഈ പി ക്യു എന്ന ലൈൻ ജോയിൻ ചെയ്തു, അതോടൊപ്പം എ ബി എന്ന ലൈനും ജോയിൻ ചെയ്തു. ഇനി ആംഗിൾ എ ബി പി 90 ഡിഗ്രി എന്ന് കിട്ടി. അതേപോലെ തന്നെ ആംഗിൾ എ ബി ക്യു എന്നതും 90 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ലൈൻ എ ബി എന്ന് പറയുന്ന ലൈൻ പി ക്യു എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പം എ ബി എന്ന ലൈൻ പി ക്യു എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ബി എന്ന പോയിന്റ് പി ക്യു എന്ന ലൈനിലെ ഒരു പോയിൻ്റാണ് അല്ലേ? അപ്പോൾ ബി പി ബി ക്യു എന്നത് ഒരേ ലൈനായിരിക്കും. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. ക്വസ്റ്റ്യൻ എന്താണ്? പി ക്യു എന്ന ലൈൻ ഈ രണ്ട് സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിന് പാരലലും ആയിരിക്കണം. അതോടൊപ്പം തന്നെ അങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനിൻ്റെ ട്വൈസ് ആയിരിക്കണം പി ക്യു എന്ന ലൈൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ ഈ രണ്ട് സർക്കിൾസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ ഒരു ചെറിയ സർക്കിളിൻ്റെ സെൻറ്ററിന് എക്സ് എന്നും കൊടുത്തു, വലിയ സർക്കിളിൻ്റെ സെൻറ്ററിന് വൈ എന്നും പേര് കൊടുത്തു. എന്നിട്ട് ആ രണ്ട് സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തു, എക്സ് വൈ എന്ന ലൈൻ കിട്ടി. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ എക്സ് വൈ എന്ന ലൈൻ പി ക്യു എന്ന ലൈനിന് പാരലലും ആയിരിക്കണം. അതോടൊപ്പം എക്സ് വൈ എന്ന ലൈനിൻ്റെ ട്വൈസ് ആയിരിക്കണം പി ക്യു എന്ന ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ ഓൾറെഡി 9th ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് ലൈൻ. അപ്പോൾ ഇതാണ് ട്രയാങ്കിളിൻ്റെ ബേസ് ലൈൻ. ഇനി ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സും ഞാൻ എടുക്കുക. ഫസ്റ്റ് ഈ സൈഡ് എടുക്കുകയാണ്. ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഇതാണെന്ന് വിചാരിക്കാം. ഇനി ഈ ട്രയാങ്കിളിൻ്റെ നെക്സ്റ്റ് സൈഡ് ഇത്, ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഇത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് തമ്മിലുള്ള മിഡ് പോയിൻ്റ് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഈ ജോയിൻ ചെയ്ത് കിട്ടുന്ന ഈ ലൈനിൻ്റെ ട്വൈസ് ആയിരിക്കും ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ലൈൻ. ഇത് നമ്മൾ ഓൾറെഡി 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഈ എ പി ക്യു എന്ന ലാർജ് ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ് ആണ്, അതായത് ലാർജ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എക്സ് അല്ലേ? അതേപോലെ തന്നെ ഈ എ പി ക്യു എന്ന ലാർജ് ട്രയാങ്കിളിൻ്റെ നെക്സ്റ്റ് സൈഡാണ് എ ക്യു. അപ്പം എ ക്യു എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് വൈ അല്ലേ? അപ്പോൾ ഈ രണ്ട് എക്സ് വൈ ലൈൻ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം ഇത് ഈ എക്സ് വൈ എന്ന ലൈൻ എക്സ് വൈ ലൈനിൻ്റെ ട്വൈസ് ആയിരിക്കും പി ക്യു എന്ന ലൈൻ. അതേപോലെ തന്നെ എക്സ് വൈ എന്ന ലൈൻ പി ക്യു എന്ന ലൈനിൻ്റെ പാരലലും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ, എന്ത് ട്രയാങ്കിളാണ്? ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ. ഐസോസ്ലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പം ഇവിടെ എ സി എന്ന സൈഡും ബി സി എന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അതിൻ്റെ എ സി എന്ന സൈഡും ബി സി എന്ന സൈഡും ഈക്വൽ ആണ്. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ എ സി എന്ന ഈക്വലായ രണ്ട് സൈഡ്സും ഡയാമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചേക്കുന്നു അല്ലേ? അപ്പം ഈക്വലായ രണ്ട് സൈഡ്സും ഒന്ന് എ സി. അപ്പോൾ ഈ എ സി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചു. അതായത് ഈ എ സി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് ഇതായിരിക്കും സെൻറ്റർ. ഈ സെൻറ്ററിൽ കുത്തി ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു. അതേപോലെ തന്നെ ബി സി എന്ന സൈഡ്, അപ്പം ഈ സൈഡ് ഒരു ഡയാമീറ്റർ ആയിട്ട് ഇവിടെ സെൻറ്ററിൽ കുത്തി ഒരു സർക്കിളും വരച്ചു. അപ്പോൾ ഈ രണ്ട് സർക്കിൾസ് മീറ്റ് ചെയ്യുന്നത് ഈ എ ബി എന്ന സൈഡിൻ്റെ, അതായത് മൂന്നാമത്തെ സൈഡ് ഇതാണല്ലോ. അതായത് ഈ ട്രയാങ്കിളിൻ്റെ എ സി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചു, ബി സി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് വേറെ സർക്കിളും വരച്ചു. അപ്പോൾ ഇനി മൂന്നാമത്തെ സൈഡ് ഏതാണ്? എ ബി എന്ന സൈഡ്.
അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ ബി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ഈ രണ്ട് സർക്കിൾസും മീറ്റ് ചെയ്ത പോയിൻ്റ്. ഒന്നുകൂടെ പറയാം, ഈ രണ്ട് സർക്കിൾസും മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എ ബി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സി നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ സി താഴേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തു, അതായത് ഈ എ ബി എന്ന ലൈനിലോട്ട് സി താഴേക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് ഇവിടെ ഡി എന്ന പേര് കൊടുത്തു. അപ്പം ഈ താഴെയുള്ള ഈ എ ബി എന്ന സൈഡിൽ മീറ്റ് ചെയ്ത ഈ പോയിന്റിന് ഡി എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം ആംഗിൾ സി ഡി എ, അതായത് ആംഗിൾ സി ഡി എ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്ക് കാണാം ഈ എ സി എന്നത് ഡയാമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ എ സി എന്നത് ഈ ഒരു സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. അപ്പം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളാണ്. അതായത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെമി സർക്കിളാണ് ഇത്രയും ഭാഗം അല്ലേ. അപ്പോൾ ഈ സെമി സർക്കിളിലെ ഒരു ആംഗിളാണ് ഇത്, അതായത് സി ഡി എ, ഈ ഒരു ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? സെമി സർക്കിളിലെ ആംഗിൾ റൈറ്റ് ആംഗിളാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ആംഗിൾ സി ഡി എ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സർക്കിൾ എടുക്കാം. നെക്സ്റ്റ് സർക്കിളിൽ ഇത്രയും ഭാഗം സെമി സർക്കിളാണ് അല്ലേ. അപ്പോൾ അതിലെ ഒരു ആംഗിളാണ് സി ഡി ബി, അതായത് ഈ ഒരു ആംഗിൾ. അപ്പോൾ ഇതും 90 ഡിഗ്രി ആണ്. അപ്പം ആംഗിൾ സി ഡി ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആണെങ്കിൽ സി ഡി എന്ന ലൈൻ എ ബി എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? സി ഡി എന്ന ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പോൾ ഡി എന്ന പോയിന്റ് എ ബി എന്ന ലൈനിലെ ഒരു പോയിൻ്റാണ്. അതായത് എ ഡി ബി ഈ 3 പോയിൻറ്റും ഒരേ ലൈനിലാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടു. അതേ സെയിം കാര്യം തന്നെയാണ്. എന്താണ് പറഞ്ഞത്? ആംഗിൾ സി ഡി എ 90 ഡിഗ്രിയാണ്, ആംഗിൾ സി ഡി ബി 90 ഡിഗ്രിയാണ്. അപ്പം സി ഡി എന്ന ലൈൻ എ ബി എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എന്ന പോയിന്റ് എ ബി എന്ന ലൈനിലെ ഒരു പോയിന്റ് ആണെന്ന് കണ്ടു. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഡി എന്നത് ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈ എ ബി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് സിയിൽ നിന്ന് ബൈസെക്റ്റ് ചെയ്താണ് ഒരു ലൈൻ വരച്ചേക്കുന്നത്. അതായത് സി എന്ന ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്താണ് നേരെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചേക്കുന്നത് അല്ലേ. അപ്പം ഇതൊരു എ ബി സി എന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഡി എന്ന പോയിന്റ് എ ബി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഡയാമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ നെക്സ്റ്റ് സൈഡ് ഡയാമീറ്റർ ആയിട്ട് നെക്സ്റ്റ് സർക്കിൾ വരച്ചാൽ ഈ രണ്ട് സർക്കിളും മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പിക്ചർ. ഇനി റോംബസിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾ 4 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. റോംബസിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം ഈ എ ബി സി ഡി എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന റോംബസ്. അപ്പോൾ റോംബസിൻ്റെ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി എ, അതായത് 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം ഈ 4 സൈഡ്സും ഈക്വൽ ആണ്. ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ? അതായത് ഈ റോംബസിൻ്റെ 4 സൈഡ്സും ഡയാമീറ്റർ ആയിട്ട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ട്രയാങ്കിൾസിൻ്റെ 2 സൈഡ്സും ഡയാമീറ്റർ ആയിട്ട് സർക്കിൾസ് വരച്ച പോലെ ഇവിടെ റോംബസിൻ്റെ 4 സൈഡ്സും ഡയാമീറ്റർ ആയിട്ട് സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എ ഡി എന്ന ഡയാമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ ഇവിടെ വരച്ചു. അടുത്തത് ഡി സി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട്
ഒരു സർക്കിൾ ഇവിടെ ഇങ്ങനെ വരച്ചു. അടുത്തത് സി ബി അല്ലെങ്കിൽ ബി സി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് ഇവിടെ ഇങ്ങനെ സർക്കിൾ വരച്ചു. അടുത്തത് ബി എ എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് ഈ ഒരു സർക്കിളും വരച്ചു. അങ്ങനെ 4 സർക്കിൾസ് വരച്ചു. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഈ 4 സർക്കിൾസും ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡി ബി എന്ന ലൈൻ ആദ്യം ജോയിൻ ചെയ്ത് വരയ്ക്കാം. അതേപോലെ തന്നെ എ സി എന്ന ലൈനും ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരച്ചു, അതായത് എ സി എന്ന ലൈൻ ജോയിൻ ചെയ്ത് വരച്ചു, അതേപോലെ ഡി ബി എന്ന ലൈനും ജോയിൻ ചെയ്ത് വരച്ചു. ഇനി ഈ 2 ലൈൻ ജോയിൻ ചെയ്ത ഈ ഒരു പോയിന്റിന് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പം ഈ ഒരു പോയിന്റാണ് എക്സ്. ഇനി നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് എടുക്കാം, അതായത് ട്രയാങ്കിൾ എ ഡി ബി. ട്രയാങ്കിൾ എ ഡി ബി. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ഡി ബി മാത്രം നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ എ ബി എന്ന സൈഡും എ ഡി എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു റോംബസിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ റോംബസിൻ്റെ 2 സൈഡ്സ് ആണ് എടുക്കുന്നത് അല്ലേ? ഈ 2 സൈഡ്സ് എടുക്കുന്നു, ഈ ലൈൻ ജോയിൻ ചെയ്ത് ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പോൾ എ ഡി എന്ന സൈഡും എ ബി എന്ന സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ഡി ബി എന്ന ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ പറയുന്നതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഡയാമീറ്റർ ആയിട്ട് എടുത്ത് 2 സർക്കിൾസ് ഇവിടെ വരച്ചു. അപ്പം അങ്ങനെ 2 സർക്കിൾസ് വരച്ചാൽ ആ സർക്കിൾ 3rd സൈഡിൻ്റെ മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം ഈ 2 സർക്കിൾസ്, അതായത് ഈ സർക്കിളും ഈ 2 സർക്കിൾസ് മീറ്റ് ചെയ്യുന്നത് ഈ ട്രയാങ്കിൾ എ ഡി ബി എന്ന ട്രയാങ്കിളിൻ്റെ 3rd സൈഡിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും. അപ്പോൾ 3rd സൈഡ് ബി ഡി എന്ന സൈഡാണ്. ഈ ബി ഡി എന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് എക്സ്. അപ്പോൾ ഈ എക്സിൽ മീറ്റ് ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരാം. ഈ ഒരു സൈഡ് ഏതാണ്? ട്രയാങ്കിൾ ഡി സി ബി. ഈ ഒരു ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ ഡി സി ബി. അപ്പം ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സാണ് സി ഡി എന്ന സൈഡും സി ബി എന്ന സൈഡും. അപ്പോൾ ആ 2 സൈഡ്സ് ഈക്വൽ അല്ലേ? അതായത് റോംബസിൻ്റെ മറ്റേ 2 സൈഡാണ് അല്ലേ? അപ്പോൾ ആ റോംബസിൻ്റെ 2 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് സി ഡി ഈക്വൽ ടു സി ബി. അപ്പോൾ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ സി ഡി ബി എന്ന ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ ഡി സി ബി ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പം ട്രയാങ്കിൾ ഡി സി ബി ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഡയാമീറ്റർ ആയിട്ട് 2 സർക്കിൾസ് ഇവിടെയും വരച്ചേക്കാണ്. ഇത് ഒരു സർക്കിള്, അടുത്തത് ഇത് വേറെ സർക്കിള്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എ സി ഡി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചു. അതേപോലെ സി ബി എന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് നെക്സ്റ്റ് സർക്കിൾ വരച്ചു. അപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് ഡയാമീറ്റേഴ്സ് ആയിട്ട് 2 സർക്കിൾസ് വരച്ചാലും അത് ആ സർക്കിൾ മീറ്റ് ചെയ്യുന്നത് 3rd സൈഡിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ 2 സർക്കിളിലും മീറ്റ് ചെയ്യുന്നത് 3rd സൈഡ് ഏതാണ്? ബി ഡി അല്ലേ? ബി ഡി എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സിൽ മീറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ 4 സർക്കിൾസും ഒരേ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് പോയിന്റാണ്? എക്സ് എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയ ഏത് ക്വാഡ്രിലാറ്ററലിൻ്റെ കേസ് എടുത്താലും ട്രൂ ആയിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം എന്താ? ഈ 4 സർക്കിൾസും ഒരേ ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു അല്ലേ? ഇനി അപ്പോൾ ഇവിടെ റോംബസ് ആണ് എടുത്തത് അല്ലേ? റോംബസിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. ഇനി അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയ ഒരു ക്വാഡ്രിലാറ്ററലാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അതായത് ഈ 2 സൈഡ്സ് ഈക്വൽ, അതായത് എ ഡി ഈക്വൽ ടു എ ബി.
ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതേപോലെ തന്നെ സി ഡി ഈക്വൽ ടു സി ബി, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അപ്പം ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ട് കാണാം. അതേപോലെ തന്നെ ഈ രണ്ട് സൈഡ്സ് മാത്രം ഈക്വൽ ആണെങ്കിൽ ഇത് വേറൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് രണ്ട് സർക്കിൾ വരച്ചാൽ അതിൻ്റെ തേർഡ് സൈഡിൻ്റെ മിഡ് പോയിന്റിൽ പാസ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൽ ഡയമീറ്റർ വെച്ച് രണ്ട് സർക്കിൾസ് വരച്ചാൽ തേർഡ് സൈഡിൻ്റെ മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യും. Next question. A triangle is drawn by joining a point on a semicircle to the ends of the diameter. Then semicircles are drawn with the other two sides as diameter. Prove that the sum of the areas of the blue and red crescent in the second picture is equal to the area of the triangle. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പിക്ചർ. അപ്പോൾ ഇത് ഈ സെമി സർക്കിളാണ് ഇവിടെ വരച്ചേക്കുന്നത്. അപ്പം ഈ സെമി സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ എ സി ബി എന്ന ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഇത് ഈ സെയിം തന്നെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റി വരച്ചേക്കുന്നത്. അതായത് സെമി സർക്കിൾ, അതിനുള്ള ട്രയാങ്കിൾ എ സി ബി എന്ന ട്രയാങ്കിൾ. ഇനി ഇതിലെന്താണ് പ്രത്യേകത? ഈ എ സി എന്ന സൈഡിനെ ഡയാമീറ്റർ ആയിട്ട് വേറൊരു സെമി സർക്കിൾ ഇങ്ങനെ വരച്ചു. ഇനി ബി സി എന്ന സൈഡിനെ ഡയാമീറ്റർ ആയിട്ട് വേറൊരു സെമി സർക്കിൾ ഇത്രയും ഇങ്ങനെ വരച്ചു. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലൂ ക്രസൻറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ബ്ലൂ ക്രസൻറ്റ് ഇത്രയും ഭാഗമാണ്. ഇനി റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഈ രണ്ട് ഏരിയയുടെ സം ആയിരിക്കണം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പം ഒന്നും കൂടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനിതൊന്ന് എല്ലാ ഏരിയനും ഞാൻ ഒരു പേര് വെച്ച് മാർക്ക് ചെയ്യാം. അപ്പം ഇതിന് നമുക്ക് പി എന്ന് മാർക്ക് ചെയ്യാം. അതായത് ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഏരിയ, അതായത് എ സി ബി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയനെ പി വെച്ച് ഞാൻ മെൻഷൻ ചെയ്തു. ഇനി ഇത്രയും ഭാഗത്തിനെ ക്യൂ എന്ന് വെച്ച് മെൻഷൻ ചെയ്തു. ഇനി ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗത്തിനെ ഞാൻ ആർ എന്ന് വെച്ച് മെൻഷൻ ചെയ്തു. നെക്സ്റ്റ് ഈ ഒരു ഭാഗത്തിനെ ഞാൻ എസ് എന്ന് വെച്ച് മെൻഷൻ ചെയ്തു. ഇനി ഇത്രയും ഭാഗത്തിനെ ടി എന്ന് വെച്ച് മെൻഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഏരിയ കാണാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയനെ പി എന്നും ഇത്രയും ഭാഗം ക്യൂ ആർ എസ് ടി. അപ്പോൾ ഓരോ ഏരിയയും ഞാൻ ഇങ്ങനെ പേര് വെച്ച് മെൻഷൻ ചെയ്തു. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കാണാം. അപ്പം സെമി സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് പൈ ആർ സ്ക്വയർ. അപ്പം നമുക്ക് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ, അതായത് സെമി സർക്കിളാണ് ഇത് അല്ലേ? അപ്പോൾ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കാണാം. ഏരിയ ഓഫ് ഈ സെമി സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ, സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ഏതാണ്? എ ബി. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ ഹാവിങ് ഡയാമീറ്റർ എ ബി ഡയാമീറ്റർ ആയ സെമി സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് പൈ ആർ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് പൈ ആർ. എത്രയാണ്? എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് ആർ എന്തായിരിക്കും? ഈ ഡയാമീറ്ററിൻ്റെ ഹാഫ്, അതായത് എ ബി ബൈ 2. അപ്പം എ ബി ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അതാണ് ഈ എ ബി എന്ന ഡയാമീറ്ററായ സെമി സർക്കിളിൻ്റെ ഏരിയ. ഹാഫ് പൈ എ ബി ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഹാഫ് പൈ എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ. 2 സ്ക്വയർ 4 ആണ് അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു 1/4, അതായത് 2 ഇൻറ്റു 4 8 അല്ലേ? അപ്പോൾ 1/8 പൈ എ ബി
സ്ക്വയർ. അപ്പം ഇതാണ് ഡയാമീറ്റർ എ ബി ആയ സെമി സർക്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് ഡയാമീറ്റർ ബി സി ആയ സെമി സർക്കിളിൻ്റെ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ കാണാം. അപ്പോൾ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ, ഏത് ഡയാമീറ്റർ ആണ്? ബി സി. ബി സി ഡയാമീറ്റർ ആയ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ വിത്ത് ഡയാമീറ്റർ ബി സി എത്രയായിരിക്കും? 1/2 പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 1/2 പൈ ആർ എത്രയായിരിക്കും? ബി സി ആണ് ഡയാമീറ്റർ. അപ്പോൾ ആർ എന്ന റേഡിയസ് എന്ന് പറയുന്നത് ബി സി ബൈ 2. അപ്പോൾ ബി സി ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 പൈ ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 2 × 4 8. അപ്പം 1/8 പൈ ബി സി സ്ക്വയർ. അപ്പം ഇതാണ് ഡയാമീറ്റർ ബി സി ആയ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് ഡയാമീറ്റർ എ സി ആയ ഈ ഒരു ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ കൂടെ കണ്ടുപിടിക്കണം. അപ്പം ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയാമീറ്റർ, ഏതാണ് ഡയാമീറ്റർ? എ സി അല്ലേ? എ സി ഡയാമീറ്റർ ആയ സർക്കിൾ സെമി സർക്കിളിൻ്റെ ഏരിയ 1/2 പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 1/2 പൈ. റേഡിയസ് എത്രയാണ്? എ സി ആണ് ഡയാമീറ്റർ. അപ്പോൾ റേഡിയസ് എ സി ബൈ 2, എ സി ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2 പൈ എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1/8 പൈ എ സി സ്ക്വയർ. അപ്പം ഇതാണ് ഡയാമീറ്റർ എ സി ആയ ഈ ഒരു ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പം 3 സെമി സർക്കിൾസിൻ്റെ ഏരിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ 2 ഏരിയ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. അതായത് ബി സി ഡയാമീറ്റർ ആയ സെമി സർക്കിളിൻ്റെ ഏരിയയും എ സി ഡയാമീറ്റർ ആയ സെമി സർക്കിളിൻ്റെ ഏരിയയും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പം 1/8 പൈ ബി സി സ്ക്വയർ പ്ലസ് 1/8 പൈ എ സി സ്ക്വയർ ഈക്വൽ ടു, ഇതിനകത്ത് 1/8 പൈ ഉണ്ട്, ഇതിനകത്തും 1/8 പൈ ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ പുറത്തെടുക്കാം 1/8 പൈ. ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ബി സി സ്ക്വയർ, ബി സി സ്ക്വയർ പ്ലസ് ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത്? എ സി സ്ക്വയർ. അപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ ടു 1/8 പൈ ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. നമുക്ക് പിക്ചറിലോട്ട് നോക്കാം. ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. അപ്പോൾ ഈ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഈ എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് അല്ലേ? കാരണം ഈ ഒരു സെമി സർക്കിളിലെ ഒരു ആംഗിളാണ് ഈ ഒരു ആംഗിൾ. അപ്പം ഇത് 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പം ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് എ ബി സി എന്ന ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അപ്പം എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നത് എ ബി സ്ക്വയർ ആയിരിക്കും. പൈതഗോറസ് തിയറം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടീനസ് സ്ക്വയർ. അപ്പം എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ ബി സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എ ബി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പം എ ബി സ്ക്വയർ. അപ്പം ഈ 2 സെമി സർക്കിളിൻ്റെ ഏരിയ തമ്മിൽ കൂട്ടിയപ്പം ഈ ഒരു വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് പിക്ചർ നോക്കാം. ഇതിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച്, അതായത് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് ഓരോ പാർട്സിൻ്റെയും ഏരിയ
മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിൽ നമുക്ക് ഇതിനൊന്ന് എഴുതാം. അതായത് 1/8 പൈ BC² എന്ന് പറയുന്നത് ഏത് ഏരിയ ആണ്? ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഒരു സെമി സർക്കിൾ എന്ന് പറയുന്നത് ക്യൂവും ആറും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അല്ലേ? ക്യൂ പ്ലസ് ആറാണ് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. അതായത് ഈ ഒരു പാർട്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്യൂ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഏരിയ എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ക്യൂ പ്ലസ് ആറാണ് ഈ ഒരു സെമി സർക്കിളിൻ്റെ മൊത്തം ഏരിയ. അപ്പോൾ നമുക്ക് 1/8 പൈ BC² പകരം ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. ക്യൂ പ്ലസ് ആർ. ഇനി ഈ പ്ലസ് ഇവിടെ. ഇനി 1/8 പൈ AC², അതായത് ഏതാണ്? ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടിയും എസും ചേർന്നതാണ് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ അല്ലേ? 1/8 പൈ AC² എന്ന ഏരിയ ഈ ടിയും എസും ചേർന്നതാണ്. അപ്പം ഇതിന് പകരം ടി പ്ലസ് എസ് ഇവിടെ എഴുതാം അല്ലേ? അപ്പോൾ ടി പ്ലസ് എസ് ഇനി ഈക്വൽ ടു 1/8 പൈ AB². അപ്പോൾ 1/8 പൈ AB² എന്ന് പറയുന്നത് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഏതൊക്കെ കൂടി ചേർന്നാണ്? എസും പിയും ക്യൂവും അല്ലേ? ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എസ് പി ക്യൂ, ഈ ഒരു 3 ഏരിയയും കൂടെ കൂടി ചേർന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എസ് പ്ലസ് പി പ്ലസ് ക്യൂ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ട്രയാങ്കിളുടെ ഏരിയ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളുടെ ഏരിയനെ എങ്ങനെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്? പി എന്ന ലെറ്റർ വെച്ചാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പി മാത്രം കണ്ടുപിടിക്കണം. ബാക്കിയെല്ലാം ഒരു ഈക്വൽറ്റിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കാം. പീനെ മാത്രം ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ആക്കാം. അപ്പോൾ ഇവിടെയാണ് പി. അപ്പോൾ പി ഈക്വൽ ടു പി ഇവിടെ നിർത്തി. ഇനി ക്യൂവും എസും നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? ക്യൂ പ്ലസ് ആർ പ്ലസ് ടി പ്ലസ് എസ്. ഇനി ഈ എസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു മൈനസ് എസ്. ഇനി ക്യൂവിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു മൈനസ് ക്യൂ അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസ് എസും മൈനസ് എസും ക്യാൻസലായി. അതേപോലെ തന്നെ പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും ക്യാൻസലായി. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? പി ഈക്വൽ ടു ആർ പ്ലസ് ടി. ഈ ആറും ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പി ഈക്വൽ ടു ആർ പ്ലസ് ടി. ഇനി നോക്കാം. പി എന്ന് പറയുന്നത് ഈ ആർ ഈ ടിയും കൂടി ചേർന്നാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ അതായത് ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ബ്ലൂ ക്രസൻറ്റ്. അതേപോലെ തന്നെ ഈ ആർ എന്ന് പറയുന്നതാണ് റെഡ് ക്രസൻറ്റ്. അപ്പോൾ ഈ റെഡ് ക്രസൻറ്റിൻ്റെയും ബ്ലൂ ക്രസൻറ്റായ ടിയുടെയും ഇതിൻ്റെ ഈ 2 ഏരിയയുടെ സമ്മാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പ്രൂവ് ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.